നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബാലരാമപുരത്തെ 2 വയസ്സുകാരുടെ കൊലപാതകത്തിൽ ജോൾസൺ ദേവിദാസിനെ വീണ്ടും ചോദ്യം ചെയ്തു പോലീസ്. പ്രതിയായ അമ്മാവൻ ഹരികുമാറിന് കുഞ്ഞിന്റെ അമ്മയോടുള്ള വ്യക്തിവിരോധത്തിന് അപ്പുറത്ത് കാരണങ്ങളുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി മാനസിക വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് നീക്കം. തന്റെ താൽപര്യത്തിന് വഴങ്ങാത്തതിന് സഹോദരി ശ്രീതുവിനോടുള്ള വിരോധമാണ് കുഞ്ഞിന്റെ കൊലയ്ക്ക് കാരണമായതെന്നാണ് ഹരികുമാറിന്റെ മൊഴി. പക്ഷേ ഇതിനപ്പുറത്തെ സാധ്യതകൾ കൂടി പരിശോധിക്കുന്നുണ്ട് പോലീസ്. സാമ്പത്തിക ഇടപാടുകൾ, അന്ധവിശ്വാസം എന്നിവയും അന്വേഷിക്കുകയാണ്. ശ്രീതുവിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഒരുപാട് ദുരൂഹതയുണ്ട്. വീട് വാങ്ങിത്തരാനായി ജോൾസൺ ദേവിദാസിന് 35 ലക്ഷം രൂപ നൽകിയെന്നാണ് ഇന്നലത്തെ ചോദ്യം ചെയ്യലും ശ്രീതു ആവർത്തിച്ചത്. ഇന്നലെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ച ജോൾസൺ ദേവിദാസിനെ ഇന്നും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. പണം വാങ്ങിയിട്ടില്ല എന്നാണ് ആവർത്തിക്കുന്ന ദേവിദാസൻ ശ്രീതുവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ജ്യോതിഷി ദേവിദാസിന്റെ ബാങ്ക് അക്കൗണ്ടുകളും മറ്റും പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ശ്രീതുവിനെ ഒരിക്കൽ കണ്ടിരുന്നതായും അപ്പോൾ മറ്റൊരു പുരുഷൻ ഒപ്പമുണ്ടായിരുന്നതായും ജോൾസൻ പറയുന്നുണ്ട്. ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ രണ്ടാം ഭർത്താവാണെന്നും ആദ്യ ബന്ധം ഒഴിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മറുപടി പറഞ്ഞതായും പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ കുട്ടിയുടെ ഗർഭധാരണ സമയത്ത് തന്നെ ഭർത്താവിനെ ഒഴിവാക്കാൻ ശ്രീതു തന്ത്രപരമായ നീക്കം നടത്തിയെന്നാണ് സൂചനകൾ. ഇതിന് രഹസ്യ സ്വഭാവമുള്ള വിശദീകരണം പോലും ശ്രീതു നടത്തിയെന്നാണ് സൂചന. താലി കെട്ടിയ ഭർത്താവിനെ ഒഴിവാക്കാൻ വജ്രായുധമായിരുന്നു ശ്രീതു പുറത്തെടുത്തത്. എന്നിട്ടും കുട്ടികളെ ഓർത്ത് ശ്രീജിത്ത് തുടർന്നു. ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നും പ്രശ്നങ്ങൾ കാരണമാണ് ശ്രീതു ബാലരാമപുരത്തേക്ക് എത്തിയത്. അതിനുശേഷം തീർത്തും ദുരൂഹമായിരുന്നു ജീവിതം. ശ്രീതുവിന്റെ അച്ഛന്റെ ഉദയന്റെ മരണത്തിലും നാട്ടുകാർ ദുരൂഹത കാണുന്നുണ്ട്. മകളുടെ നിലപാടുകളെ ഉദയൻ എതിർത്തിരുന്നു. അതിന്റെ വിലയായാണോ ഉദയന്റെ മരണമെന്ന സംശയം സജീവമാണ്. തന്ത്രപരമായി കളിക്കുന്ന ശ്രീതുവിന് പിന്നിൽ വമ്പൻ തോക്കുകളുണ്ട് എന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. ചെറിയ മാനസിക പ്രശ്നമുള്ള ഹരികുമാറിനെ കൊലപാതകയാക്കി കേസിൽ നിന്നും തടിയൂരാനുള്ള ശ്രീതുവിന്റെ നീക്കമാണ് നടക്കുന്നത് എന്ന സംശയം സജീവമാണ്. എന്നാൽ പോലീസ് അന്വേഷണം ശ്രീതുവിലേക്ക് കടക്കുന്നില്ല. ഹരികുമാറിന്റെ കുറ്റസമ്മതം മാത്രമാണ് ഇതിന് തടസ്സം. ഈ കുറ്റസമ്മതവും ഉന്നതതല ഗൂഢാലോചനയാവാൻ സാധ്യത ഏറെയാണ്. ഹരികുമാറിന് വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്നും അതിനെല്ലാ സഹായവും സഹോദരി ചെയ്തു കൊടുത്തുവെന്ന തരത്തിലാണ് ആദ്യം റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. എന്നാൽ ഹരികുമാറിന് അത്തരം പ്രശ്നങ്ങളുള്ളതായി ആർക്കും അറിയില്ല. ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ മാതൃ സഹോദരൻ ഹരികുമാറിന് 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണുള്ളത്. 10ാം ക്ലാസ് കഴിഞ്ഞ് ചെണ്ട അഭ്യസിക്കാൻ പോയി. ഉത്സവങ്ങളിലും മറ്റും ചെണ്ടമേളത്തിലും പോകാറുണ്ടായിരുന്നു. 3 വർഷം ആലപ്പുഴയിലെ ഒരു ദേവീക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നുവെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന്റെ അമ്മ ശ്രീതുവും ഭർത്താവ് ശ്രീജിത്തും തമ്മിൽ അകർച്ചയിലായിരുന്നു. ഹരികുമാറും സഹോദരി ശ്രീതുവും ഗൂഢ സ്വഭാവമുള്ളവരെന്നാണ് പോലീസ് വിലയിരുത്തൽ. അടുത്തടുത്ത മുറികളിൽ നിന്ന് ഇരുവരും നിരന്തരം വാട്സ്ആപ്പ് ചാറ്റും വീഡിയോ കോളും ചെയ്യാറുണ്ടായിരുന്നു. ഇത്തരം വീഡിയോ കോളിന് പിന്നിൽ സഹോദരിയുടെ സമ്മർദ്ദമാണോ എന്ന സംശയം സജീവമാണ്. പണം കടം നൽകിയ പലരും വീട്ടിലെത്തി ബഹളമുണ്ടാക്കിയതിന് നാട്ടുകാരും സാക്ഷികളാണ്. സ്വന്തം വീട് തകർത്തു തുടങ്ങിയതിനാൽ കോട്ടുകാൽ കോണത്ത് വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ശ്രീതുവിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണശേഷം വഴിപാടെന്ന പേരിൽ മകൾ ദേവനന്ദയുടെ തല മൊട്ടയടിച്ചിരുന്നു. പിന്നാലെ ശ്രീതുവും തല മൊട്ടയടിച്ചു. തനിക്ക് ക്യാൻസർ ആണെന്നും ചില ബന്ധുക്കളോട് ശ്രീതു പറഞ്ഞതായും വിവരമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.